സുപ്രധാന നിലപാടുമായി രാജ്യത്തെ പരമോന്നത കോടതി. മസ്ജിദുകളുമായി ബന്ധപ്പെട്ട കേസുകൾ കീഴ്ക്കോടതികൾ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഉത്തരവുകളൊന്നും സുപ്രീം കോടതി തീർപ്പാക്കുന്നതുവരെ പാടില്ലെന്നുമാണ് സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണം. രാജ്യത്തെ നിയമങ്ങൾ ആർക്കും മാറ്റിമറിച്ചെടുക്കാനാകില്ലെന്നും കോടതി വ്യക്തമാക്കി. ബാബറി മസ്ജിദ്, അയോധ്യ രാമക്ഷേത്രം, മധുരയിലെ ഷാഹി ഈദ്ഗാ മസ്ജിദ് വിവാദങ്ങളും വർഷങ്ങളായി നിലനിൽക്കുന്നുണ്ട്. എന്നാൽ സംഭാൽ മസ്ജിദുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴാണ് വീണ്ടും സജീവമായത്. നൂറ്റാണ്ടുകളായി എല്ലാ വിഭാഗം ജനങ്ങളും സൗഹാർദ്ദത്തോടെ സമാധാനപരമായി ജീവിക്കുന്ന പ്രദേശമാണ് സംഭാൽ. ഇവിടെ പെട്ടെന്നുണ്ടായ സംഭവ വികാസങ്ങളും കോടതിയിൽ കേസെത്തിയതുമാണ് സുപ്രീം കോടതിയെ ചൊടിപ്പിച്ചത്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയപ്പോൾ മതസൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന്റെ പ്രാധാന്യം വലിയ ചർച്ചയായി. ഒരു പ്രധാന വിഷയമായിരുന്നു ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. 1991 ഇന്ത്യയുടെ സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ആരാധനാലയ നിയമത്തിന് രൂപം കൊടുത്തു. ഈ നിയമം 1947 ഓഗസ്റ്റ് 15 രാജ്യത്ത് നിലനിന്നിരുന്ന ആരാധനാലയങ്ങളുടെ സംരക്ഷണം ഉദ്ദേശിച്ചാണ് ഉണ്ടാക്കിയത്. അതായത് അവയുടെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ തുടരാനും മതപരമായ ക്രമങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കാനും മറ്റു പുരോഗതികൾക്ക് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക എന്നതാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. ഈ നിയമത്തിലെ സെക്ഷൻ 2, 3, 4 തുടങ്ങിയ വകുപ്പുകൾ സുപ്രധാനമായ ഉത്തരവാദിത്വങ്ങളും ഉറപ്പുകളും നൽകുന്നു. 2020 BJP നേതാവ് അശ്വിനി കുമാർ ഉപാധ്യായ സുപ്രീം കോടതിയിൽ ഹർജി നൽകി. ഈ നിയമം മതസ്വാതന്ത്ര്യത്തെയും വ്യക്തികളുടെ ആചാരങ്ങൾ മാറ്റാനുള്ള അവകാശത്തെയും ഹനിക്കുന്നില്ലേ എന്ന ചോദ്യം ഉയർത്തിയാണ് ഹർജി നൽകിയത്. 2024 ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് ഈ ഹർജികളെ പരിഗണിക്കുകയും സുപ്രീം കോടതി ഹർജികൾ പരിഗണിക്കുന്നതിനിടെ പുതിയ തീരുമാനങ്ങൾ കൈക്കൊള്ളരുതെന്ന് വ്യക്തമാക്കുകയും കീഴ്ക്കോടതികൾ പുതിയ സർവേകൾക്ക് ഉത്തരവിടാനോ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നതാണ്. ഇവിടേക്കാണ് സംഭാൽ വിഷയം വീണ്ടും എത്തിയത്. കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ വിശദമായ വിശദീകരണം നൽകണമെന്നും അടുത്ത 4 ആഴ്ചയിൽ സമർപ്പിക്കണമെന്ന നിർദ്ദേശവും കോടതി നൽകിയിട്ടുണ്ട്. നിലവിലുള്ള നിയമം 1947 മതസ്ഥിതി വ്യവസ്ഥ സംരക്ഷിക്കുന്നതായാണ് ചിലർ വാദിക്കുന്നത്. എന്നാൽ നിയമത്തിൽ മാറ്റം ആവശ്യമാണോ എന്ന ചോദ്യങ്ങളും മതസ്പർദ്ധകളുടെ സാധ്യതകളും ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ നിയമം ചോദ്യം ചെയ്യുമ്പോഴും ഭരണഘടനാപരമായ കാര്യങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുമ്പോഴും ബാബറി മസ്ജിദ് എന്ന തെളിവ് ഇന്നും നമുക്ക് മുന്നിലുണ്ട്.